ഹലോ ഗൈസ്, നമുക്കിന്ന് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. എങ്ങനെയാണ് ഞാൻ ചിക്കൻ ഫ്രൈ ആക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അതിനു മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളോട് യാചിക്കുകയാണ്, എല്ലാവരും എൻ്റെ ചാനൽ സൂപ്പർ സിമി എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും ഷെയർ ചെയ്താൽ മാത്രമേ എനിക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ കണ്ട് അങ്ങോട്ട് തോണ്ടി വിടുകയല്ലേ ചെയ്യുള്ളൂ. ഞാൻ ചെയ്യുന്നത് കൂടുതൽ ആളിലോട്ട് എത്തണമെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് ഞാനൊന്ന് എല്ലാവർക്കും ഒന്ന് പരിചയം ആവണ്ടേ. അപ്പം അതുകൊണ്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചിക്കൻ വറുക്കുന്നതിലേക്ക് പോവാം. വരൂ കൂട്ടുകാരെ. ചിക്കൻ വറുക്കാനുള്ള ഇതിനായിട്ടുള്ള ഇത് ഇവിടെ വാങ്ങിക്കുന്നത് മൊത്തം മസാല പറ്റി വെച്ചിട്ട് അതിൽ നിന്ന് നല്ല പീസുകൾ നോക്കി എടുക്കുകയാണ് ചെയ്യുന്നത്, വറുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് മേടിച്ചിരിക്കുന്ന ചിക്കനാണ്. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലാണ് ചേർക്കുന്നത്, അപ്പം അതൊന്ന് മെൽറ്റായി വരാൻ ടൈം എടുക്കും. നമ്മൾ പുരട്ടി കുറച്ച് നേരം വെക്കുമല്ലോ, അപ്പം അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കല്ലാണ് എങ്കിലേ അത് എല്ലായിടത്തും ഒന്ന് മെൽറ്റായി വരുള്ളൂ. അല്ലെങ്കിൽ അതവിടെ ചില ഭാഗത്ത് മാത്രമായിട്ട് കട്ടുപ്പായിട്ട് നിൽക്കും. മസാല പൊടിക്കാനായിട്ട് എടുത്തു വച്ചിരിക്കുന്നത് ജാതിപത്രി, തക്കോലത്തിൻ്റെ പീസ്, കുരുമുളക്, കറിയാമ്പ്, പെരുംജീരകം, ഏലക്ക, കറുവപ്പട്ട, പിന്നെ ഉലുവ. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഇടിച്ച് പൊടിച്ചെടുത്താണ് ഞാൻ ചേർക്കുന്നത്. അതിൽ ഏലക്ക അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരു ഉണ്ടല്ലോ അത് മാത്രം എടുത്തിട്ടാണ് ഇടിക്കുന്നത് കേട്ടോ. അപ്പം ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിത് കല്ലിൽ പൊടിച്ചെടുക്കാം. നമുക്കിതിലേക്ക് പൊടിച്ചെടുത്ത മസാലപ്പൊടി ചേർക്കാം. നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവറിൻ്റെ പൗഡർ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് വേപ്പില ചേർക്കാം. ഇതിലേക്ക് ഇഞ്ചി ചീവി ഇട്ടിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ചതച്ചതും ചേർത്തിട്ടുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ്, ആ ചിക്കനൊക്കെ ഒരു മുഷ്ക് മണം പോലെയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ പോകാനും മാംസത്തിന് ഇത്തിരി ഉറപ്പ് കിട്ടും പുളി ചേർന്നാൽ. പെട്ടെന്ന് ഉടഞ്ഞങ്ങ് പോവില്ല, വെന്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിക്കൻ വല്ലാതെ അങ്ങ് ഉടയും. അപ്പോൾ അങ്ങനെ ഉടയില്ല നാരങ്ങ വെള്ളം ചേർത്ത് കൊടുത്ത്, നീര് ചേർത്ത് കൊടുത്താൽ.
നന്നായി മിക്സ് ചെയ്യാം. മുളകിട്ടുകൊണ്ട് ഞാൻ കൈ കൊണ്ട് മിക്സ് ചെയ്യണില്ല. നന്നായി മിക്സ് ചെയ്ത പൊടികളും ഇഞ്ചിയും പച്ചമുളകൊക്കെ നാരങ്ങാനീരും എല്ലാം നന്നായിട്ട് മിക്സ് ആവാനായിട്ട് എടുത്ത് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഒന്നും കൂടി കുറച്ച് നേരം കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആ ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കും ഒന്നും കൂടി. ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് സ്റ്റൗ കത്തിക്കാം. കണ്ടോ, ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചിക്കൻ വറുക്കാനായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചിക്കൻ്റെ കാല് ഇവിടെ കറിയാക്കി കൊടുത്തായിരിക്കും. കാല് വേണ്ട, കാലിന് ഭയങ്കര പ്രശ്നമാണ്. ഫ്രൈ ആക്കി കൊടുത്താൽ ഒരു കുഴപ്പമില്ല, എല്ലാവരും കഴിച്ചോളൂ. അപ്പോൾ ഞാനതാണ്, കാലും ചിലവാകണമല്ലോ, ഞാനതുകൊണ്ട് കാല് ഫ്രൈ ആക്കി കൊടുക്കുകയും ചെയ്യുന്നത്. കറിയിൽ കാലിടില്ല. ഫ്രൈ ആക്കിയാൽ കാലിന് കുഴപ്പമൊന്നുമില്ലേ. ഞാൻ അതവിടെ ചെറിയ തീയിലിരുന്ന് ഫ്രൈ ആവട്ടെ. നമുക്കത് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. ചിക്കൻ മറിച്ചിട്ടിട്ടുണ്ട്. മുരിഞ്ഞ ഭാഗം ഉണ്ടോ, മറിച്ചിട്ട് വെക്കുക. ഇനി അത് മറ്റ് ഭാഗം മുരിയട്ടെ. ആ സമയത്ത് നമുക്ക് സവാള അരിയാം. നല്ല നേരിയതായിട്ട് അരിയണം, എന്നാലും വേഗം മുരിഞ്ഞ് കിട്ടുള്ളേ. അത് നന്നായിട്ട് നേരിയതായിട്ട് അരിഞ്ഞെടുക്കണം. അതുപോലെ നല്ല നേരിയതായിട്ട് അരിഞ്ഞെടുക്കുക.
നമ്മൾ ഇത്രയും സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ വറുത്തതിന് ശേഷം സവാള ആ വെളിച്ചെണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കാം. കണ്ടോ, വറുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വറുക്കാൻ വേറെ ഇട്ടിട്ടുണ്ട്. ഇത്രയും വറുത്ത് കഴിഞ്ഞിട്ട് ബാക്കി ഇത് നമ്മൾ കറിയാക്കാൻ വെച്ചേക്കുന്നതാണ് കേട്ടോ. വറുക്കാനുള്ളതെല്ലാം വറുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് കറിയിൽ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇടാം. ആ എണ്ണയിൽ തന്നെയാണ്, വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ സവാള ഇട്ടിരിക്കുന്നത് കേട്ടോ. പോരാത്ത വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ചെല്ലാം നന്നായിട്ട് എത്ര വേപ്പില ഇടുന്ന അത്രയും ടേസ്റ്റാണ് കേട്ടോ. വറുക്കാൻ നേരത്തും എല്ലാം ഇടയ്ക്ക് വേപ്പില ഇട്ട് കൊടുത്താൽ ആ വറുത്ത പീസിന് നല്ലൊരു സ്മെല്ലും കിട്ടും, നല്ലൊരു ടേസ്റ്റുമാണ്. വേപ്പില കൂടെ കിടന്ന് മുരിഞ്ഞാൽ, ഇപ്പം മീൻ വറുക്കുമ്പോഴാണെങ്കിലും നമ്മളിങ്ങനെ വേപ്പില ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മിക്കവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണേ. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി പോരാത്ത വെളിച്ചെണ്ണ ഒഴിക്കാം. ആ വെളിച്ചെണ്ണ കിടന്ന് ഇതൊന്ന് വാടട്ടെ. നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. പോരാത്തത് ബാലൻസ് പിന്നെ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. ഉപ്പ് ആദ്യമേ അധികം ചേർക്കണ്ട, ഓരോന്നും ചേർക്കുമ്പോൾ അതാത് അളവിനുള്ള കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് അതിൻ്റെ മണവും ഒക്കെ നോക്കിയിട്ട്. വെജിറ്റേറിയൻ ആയ ആളുകൾക്ക് മണം നോക്കിയാലും മനസ്സിലാവും, കഴിക്കണമെന്നില്ല. നല്ല അതിൻ്റെ ഉപ്പൊക്കെ ചേർന്ന് കഴിയുമ്പോൾ ആണ് ശരിക്കും നല്ലൊരു മണം കിട്ടുന്നത്. അപ്പോൾ ആ മണം കേൾക്കുമ്പോൾ അറിയാൻ പറ്റും കറക്റ്റ് കൂട്ടാണോ എന്നുള്ളത്. കഴിച്ച് നോക്കണമെന്ന് ഇല്ല, നന്നായിട്ട് വാടട്ടെ. സവാള വാടി വരുന്നുണ്ട്. കുറച്ചും കൂടി നന്നായിട്ട് ഒന്ന് വാടട്ടെ. കുറേ കൂടി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊടികളിടാം. ഓക്കെ, ഞാൻ ചിക്കൻ വറുത്ത ചട്ടിയിൽ നിന്ന് വേറെ കുറച്ചും കൂടി വ്യാപ്തിയുള്ള ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത്തിരി ഗ്രേവി ആയിട്ട് വെക്കണമെങ്കിൽ നമുക്ക് സ്പേസ് ഉണ്ടാവില്ല. അത് ചിക്കൻ വറുക്കാൻ വേണ്ടി എടുത്ത ചട്ടിയായിരുന്നു. അപ്പം ഇത് ഞാൻ കുറച്ചും കൂടി വേറൊരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിലേക്കെല്ലാം മാറ്റി വഴറ്റിക്കൊണ്ടിരിക്കുക. കണ്ടോ, നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത് രണ്ടും ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇതിലിട്ട് നന്നായിട്ട് മൂപ്പിക്കാം.
ആ മൂത്ത് വരുമ്പോഴുള്ള ഒരു മണം ഉണ്ടല്ലോ, ആ മണം വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് ഞാൻ പൊടിച്ച് അതിൽ മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ വീണ്ടും മസാലയുടെ ആവശ്യമില്ല. കുറച്ച് ഗ്രേവി ആയിട്ട് വെക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ്റെ പീസുകൾ ചേർത്ത് കൊടുക്കാം. കണ്ടോ, നമ്മൾ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ചിക്കൻ വെച്ചിരുന്ന പാത്രം അതിനെ വെള്ളം ഇട്ട് ചുറ്റിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കാരണം അത് എന്തായാലും ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ അതിലായിരിക്കും നമ്മുടെ മസാലകൾ കൂടുതൽ പാത്രത്തിൽ പിടിച്ചിരിക്കും. നാരങ്ങയും ഒക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ സത്തുകളെല്ലാം പാത്രത്തിൻ്റെ അടിയിൽ ആ വെള്ളത്തോടായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ അത് നമ്മൾ ഈ തിളപ്പിച്ചാറിയ വെള്ളം ഇട്ട് കഴുകി ഇതിലേക്ക് ഇടണം. ഇങ്ങനെ പാത്രത്തിൽ ചുറ്റിച്ചിട്ട് ഈ മസാല കൂട്ടിലേക്ക് ഒഴിക്കണം. അപ്പോൾ കുറേ വെറുതെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഇട്ട് ഒഴിക്കണ്ടല്ലോ. അപ്പോൾ ആ ഗ്രേവി നമുക്ക് നഷ്ടമാകുന്നില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ വേണം ഓരോ കറിക്കും ചേർക്കാനായിട്ട്. കാരണം പച്ചവെള്ളം ചേർത്താൽ നമ്മൾ ഏത് കറി ഉണ്ടാക്കിയാലും അതിൻ്റെ പകുതി ടേസ്റ്റേ കിട്ടുള്ളൂ. തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ ആ ടേസ്റ്റ് അതിൻ്റെ മാക്സിമം നമുക്ക് കിട്ടും. പച്ചവെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പകുതിയേ കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും കറി താളിക്കുമ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിനും തിളപ്പിച്ചാറിയ വെള്ളം ചൂടോടുകൂടിയോ തിളപ്പിച്ചാറിയതോ ആയ വെള്ളം തന്നെ വേണം നമ്മൾ ഒഴിക്കാൻ കേട്ടോ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് ഇളക്കി കൂട്ടാം. ഇതിപ്പം ഞാൻ നെകക്കെയാണ് വെള്ളം വെച്ചിട്ടുള്ളത്. ഗ്രേവി വേണ്ടാത്ത ആളുകളാണെങ്കിൽ ഇത്രയും വെള്ളം ചേർക്കണമെന്നില്ല. ഇവിടെ ഗ്രേവിയുടെ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർക്കും. എന്താണെന്ന് വെച്ചാൽ ഇത് വെന്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി വരും, ഇതിൻ്റെ അകത്തുള്ള ചിക്കനിലുള്ള വെള്ളം വരുമല്ലോ. പിന്നെ അതുകൂടാതെ കുറച്ചും കൂടി ഗ്രേവി ആയിട്ട് ഇരിക്കണം, ചാറ് വേണം ഇവിടെ. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ലൂസായിട്ടല്ല, കുറിയൊരു ചാറ് വേണം. അപ്പോൾ ഇത് വെന്ത് ഇത് വരുമ്പോഴത്തേക്കും കറക്റ്റാവും. അതുകൊണ്ട് നമ്മളിതിങ്ങനെ നെകക്കെ വെള്ളം വെച്ചിരിക്കുന്നത്. ഞാൻ എന്നാലും ഒരു പൊടിക്ക് വെള്ളം കൂടി ചേർക്കും, അല്ലെങ്കിൽ ഇത് വറ്റി വീണ്ടും നമ്മൾ ചൂടാക്കിയൊക്കെ എടുക്കുമ്പോൾ വറ്റി വല്ലാണ്ട് പോകും. പിന്നീട് വെള്ളം ചേർക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ആദ്യം തന്നെ മാക്സിമം നമുക്ക് എത്ര വേണ്ടി വരുമെന്ന് വെച്ചാൽ അതിനുള്ള വെള്ളം ചേർക്കുന്നതാണ് നല്ലത്. എന്നുവെച്ചാൽ വെള്ളം വറ്റിയ ശേഷം വീണ്ടും വെള്ളം ചേർത്ത് ചൂടാക്കുന്നതിനേക്കാൾ നല്ലത് ആദ്യമേ തന്നെ ആ വെള്ളം ചേർത്ത് നമുക്ക് ഇനി ചൂടാക്കേണ്ടതാണ് എന്നുള്ള അറിവോടുകൂടി തന്നെ നമ്മൾ ആദ്യമേ വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഓക്കെ, ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് കിടന്ന് വേവട്ടെ. നന്നായി തിളച്ച് വെന്തതിന് കഴിയുമ്പോൾ ഇവിടെ അരിക്ക് ചേർന്ന് നിറച്ച് നടുക്ക് തളയും അരിക്ക് ചേർന്ന് നിറച്ച് ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന എണ്ണയും ചിക്കൻ്റെ നെയ്യും എല്ലാം ചേർന്നിട്ട് നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ ഇത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം ഈ ഇട്ടിരിക്കുന്ന മാംസം ഇത് ഹാർഡായിട്ട് വരും, അത് കഴിഞ്ഞ് വീണ്ടും സോഫ്റ്റായി വരും വെന്ത് കഴിയുമ്പോൾ. പിന്നെ ഈ എണ്ണ തെളിഞ്ഞും വരും. അതാണ് എൻ്റെ കറി പാകമായി എന്നുള്ള അതിനുള്ളത്. അപ്പം നമ്മൾ വെള്ളം ചേർക്കുന്നതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം കേട്ടോ. കണ്ടോ, അതിൻ്റെ വെളിച്ചെണ്ണയും ചിക്കൻ്റെ നെയ്യും എല്ലാം കൂടി പൊന്തി വന്ന് നിൽക്കണ കണ്ടോ. വേവ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ചിക്കൻ കറി റെഡി. ഇതിൻ്റെ കൂടെ ചപ്പാത്തി, പൊറോട്ട, പിന്നെ ബ്രെഡ്
പത്തിരി, ഏതിൻ്റെ കൂടെയും, ചോറ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് ഫ്രൈ ചെയ്യാനും പഠിച്ചു, ചിക്കൻ കറി വെക്കാനും പഠിച്ചു കേട്ടോ. ഓക്കെ, താങ്ക് യു.